ഹലോ. നമ്മളിപ്പോൾ കറങ്ങി അശ്വിം എന്ന ഗോവയിലെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. മോർജിമിൽ നിന്ന് കുറച്ച് ദൂരം, മോർജിം ബീച്ചിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഡിഫറൻസാണ്. ഇവിടെയും ചുറ്റും കുഞ്ഞി മനോഹരമായ കാഴ്ചകളുണ്ട്. ഇതുവരെ കണ്ട ബീച്ചിനേക്കാൾ വേറിട്ടൊരു രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. ആദ്യം നമുക്ക് അതിലൂടെ ഒന്ന് ചുമ്മാ കണ്ണോടിക്കാം. ഇങ്ങനെയുള്ള കല്ലുകളാണ് ബീച്ചിൻ്റെ ഒരു കരയിൽ. നമ്മുടെ വെട്ടുകല്ല് പോലത്തെ ഒരു തരം കല്ലാണിത്. നമ്മൾ മറ്റൊടത്തൊക്കെ ചെളി പോലത്തെ പാറയും അങ്ങനെ പല പല സംഭവങ്ങൾ കണ്ടില്ലേ. ഇത് കണ്ടോ, ഈ കല്ലിൻ്റെ ഇവിടെ പുറ്റ് വളം നിൽക്കുന്നുണ്ടോ, വേണ്ട, രസമാണ്. ഇപ്പോൾ ലോ ടൈഡ് ടൈമാണ്, അതായത് വെള്ളം ഇറങ്ങിപ്പോയിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കടൽ കയറി വരും. ഇവിടെയെല്ലാം റിസോർട്ടുകളാണ്, ഹോം സ്റ്റേസും റിസോർട്ട്സുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ചുറ്റും. പിന്നെ നമ്മൾ അങ്ങോട്ട് മാറിയാൽ ആ കടലിൽ നിന്നും വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു അടിപൊളി ഒരു കൊക്കല്ലേ ഇത്. നൈസല്ലേ, മീൻ പിടിക്കാതിരിക്കുന്നതാണ് കള്ളൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ കടലിൽ നിന്നും ഒരു ഉൾത്തോട് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അരുവി എന്നൊക്കെ പറയുന്ന പോലെ കടലിൽ നിന്ന് ഒരു കയറി വരുന്ന സാധനമുണ്ട്. അത് ഇതിങ്ങനെയാണ് അതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. നൈസല്ലേ, എൻജോയ് ചെയ്യാൻ ഒത്തിരി ഉണ്ട് ഇവിടെ, കാണാനും കാണിക്കാനും ഒത്തിരിയുണ്ട്. അതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. അവിടെ കൂടെ പടിക്കെട്ടാണ്, താഴേക്ക് വരാം. ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കഫേ, ബീർ പാർലറൊക്കെ ഉണ്ട്. അതിലൂടെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ ബ്യൂട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ അതിമനോഹരമായ അശ്വിം ബീച്ചിലെ മറ്റു കാഴ്ചകളിലേക്ക് നമുക്കടക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം, അതായത് ഗോവയിൽ ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. 10-17ഓളം ബീച്ചുകളുണ്ട്. ഈ 17 ബീച്ചിൽ 17 ബ്യൂട്ടിയാണ്. അപ്പോൾ ആ 17 ബ്യൂട്ടി എന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ഉള്ളതുണ്ട്. അപ്പോൾ ഗോവയിൽ വരുമ്പോൾ നിങ്ങൾ ചില ഏരിയകൾ മിസ് ചെയ്യാതെ പോയാൽ നിങ്ങൾക്ക് കണ്ടു പോകാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഈ 17 ബീച്ച് 3 മണിക്കൂർ വെച്ച് കൂട്ടിക്കോ, 30ഉം 5-10 അല്ലേ, 30ഉം 7-3 21 51 മണിക്കൂർ വേണം. അതായത് ഏകദേശം ഒരു 4 days. പിന്നെ ചാപ്പൽസും ചർച്ചും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി അതിൻ്റെ ലാൻഡ്സ്കേപ്പുകൾ അങ്ങനെയൊക്കെ കാണാനായിട്ടൊരു 1-2 ദിവസം, ഒരു ദിവസം എന്തായാലും വേണം. പിന്നെ ഒരു ദിവസം കാസിനോ, ഈവനിങ് ബോട്ടിങ്, പിന്നെ പഞ്ചി, അങ്ങനെ ഉള്ള സ്ഥലങ്ങളെ കാണാനായിട്ട് വേണം. അപ്പോൾ ഏകദേശം ഒരു ടോട്ടൽ ഗോവ കറങ്ങാൻ നിന്നാൽ ഒരു 7 ദിവസം, ഒരാഴ്ച കറങ്ങാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് കണ്ണിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാഴ്ചകളുണ്ടാവും. കാരണം വെച്ചാൽ എപ്പോഴും നൈറ്റ് പാർട്ടീസ്, അങ്ങനെ രസമുള്ള കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വെച്ചാൽ നമുക്ക് എല്ലാ നൈറ്റ്സും ഒരു 2-3 മണിയൊക്കെ ആവും ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ റൂമിലെത്തുമ്പോൾ. അപ്പോൾ അത്രയും അത്രയും മനോഹരമായിട്ട് എൻജോയ് ചെയ്യാനും, അതുപോലെ നമ്മുടെ
മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനും അത്രയധികം ഓണാവാനും പറ്റിയ സ്ഥലമാണ് ഗോവ. അപ്പോൾ നമ്മൾ ഈ അശ്വിൻ ബീച്ചിലെ ഒരു കാണാ കാഴ്ച കണ്ടാലോ? ഇതാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. നമ്മൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇത്തരം തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അതൊരു മലയോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കാണാറില്ലേ. അശ്വിൻ ബീച്ചിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തുരുത്ത് പോലെയാണ്. നമ്മുടെ ആലപ്പുഴയിലും നമ്മുടെ എറണാകുളത്തും ഒക്കെ ഉള്ള നമ്മുടെ പുഴയിലെ തീരത്തുള്ള തുരുത്തില്ലേ, അതുപോലത്തെ ഒരു തുരുത്താണത്. വളരെ രസമുണ്ട്. വേണ്ട, നൈസല്ലേ നോക്കി അവിടുത്തെ കാഴ്ചകൾ, ഭയങ്കര ബ്യൂട്ടി അല്ലേ. ഇത് ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാം. ഭയങ്കര അതിരസകരമായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം. പിന്നെ ഇവിടെ ചെറിയ തിരമാലകളുണ്ട്. മറ്റ് ബീച്ചിലെ പോലെ അങ്ങനെ ഇറങ്ങണമെങ്കിൽ ഇവിടെ ലൈഫ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ പാടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും എന്താ വലിയ കരയാണ് ഇവിടെ. മണൽത്തിട്ട ഭയങ്കര വലുതാണ് കണ്ടോ. അപ്പോൾ കടലിലേക്ക് അങ്ങനെ ഇറങ്ങണ്ട, ഇടയിലൊരു തോട് പോലെ കണ്ടോ, അവിടെ ഇറങ്ങി കുളിക്കാനും ഇത് ചെയ്യാനൊക്കെ പറ്റും. ലൈഫ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും കടലിലേക്ക് അധികം ഇറങ്ങലില്ല ടൂറിസ്റ്റ് വന്നാൽ. നമുക്ക് പിന്നെ നമുക്ക് അതിൻ്റെ അങ്ങടേക്ക് നമുക്ക് അടുപ്പിച്ച് പോകാം, പക്ഷേ അങ്ങോട്ട് എത്താൻ പറ്റില്ല. കാരണം അവിടെ കുഴപ്പമുണ്ട്, അവിടെ തോട് പോലെയാണ്. മാത്രമല്ല അവിടെ പ്രൈവസി ഉള്ള സ്ഥലമാണ് ആയിരിക്കും. കാരണം വെച്ചാൽ അവിടെ ഒരു ഇതുണ്ട്, അവിടെ ആളുകൾ ഒത്തിരി പേര് ഉണ്ട്, ബേവാച്ചും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് കടക്കുന്നതൊന്നും ഇറ്റ്സ് നോട്ട് ഫെയർ ഫോർ എസ്. ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടു, അതിനുവേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവൻ കൊള്ളാമല്ലേ. ഇത് ലൈഫ് ഗാർഡിൻ്റെ മറ്റേ റെസ്ക്യൂ സാധനമാണ്. കടലിലിറക്കി പോയി ഇത് ചെയ്യാനായിട്ട്. ഇവിടെ ഇങ്ങനെ നാവിഗേഷൻ ഉണ്ടാവും, ഡേഞ്ചറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇതുവരെ ഇവിടെ വന്നിട്ട് അധികം കാണാത്തൊരു സാധനമാണ് ഇത്. ഈ വെള്ളം കയറി കിടക്കുന്നിടത്തുള്ള ആ ഒരു ഇത് മരുഭൂമിയിലേക്ക് കാണുമ്പോൾ ചെറിയ തിണ്ട് കാണില്ലേ എന്ന് പറഞ്ഞ പോലുള്ളൊരു ചെറിയ രസം. ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മൾ മുംബൈയിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ബീച്ചിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഒരു രസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ബീച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തില്ലേ. അവിടെ മറ്റേ ലോക്കൽ ഏരിയ ആണ്. അപ്പോൾ അവിടെ വണ്ടികൾ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ബാഗും എല്ലാമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. കാരണം ബാഗും തലയിൽ തൊപ്പിയും ഒരു ട്രാവൽ ഫീലിലും. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തോന്നി, ഒരു വേറിട്ടൊരു അനുഭവം. നിങ്ങളും അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ബീച്ച് സൈഡ് നിങ്ങൾക്കത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും, നിങ്ങളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. കാരണം വെച്ചാൽ അവിടെ രണ്ട് പട്ടി ഒരു കുട്ടിയും കൂടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടി. കുട്ടിയും പട്ടി ലോക്കൽ പട്ടിയാണ്. കുട്ടി എന്ന് പറയുന്നത് മുംബൈയിൽ നിന്ന് എന്താ വന്ന ഫാമിലിയുടെ കൂടെ നിന്നൊക്കെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ കയറി കടിച്ചാൽ പ്രശ്നമാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടൂറിസ്റ്റ് വരുന്ന വഴിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് പോയി കളിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്നും, നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും പയ്യെ വിട വാങ്ങുന്നു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു സൈൻ ഓഫ് എടുക്കുന്നു. ഓക്കെ, ബൈ.